ഇലക്ഷൻ അടുക്കുമ്പോൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന വാക്കാണ് പെരുമാറ്റച്ചട്ടം അഥവാ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും മാത്രമല്ല ഈ സമയത്ത് ഭരണകൂടത്തിനും കർശനമായ ചില നിയന്ത്രണങ്ങളുണ്ട്. അടുത്തിടെ പ്രധാനമന്ത്രിക്കെതിരെ മുൻ MLA അനിൽ അക്കര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാകും. എന്താണ് പെരുമാറ്റച്ചട്ടം? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന്റെ ലംഘനമായി കണക്കാക്കുന്നത്? സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന 10 പോയിന്റുകൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. എന്താണ് പെരുമാറ്റച്ചട്ടം? തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യവും നീതിയുക്തവുമാണെന്ന് ഉറപ്പുവരുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മാർഗരേഖയാണിത്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് മുതൽ ഫലം വരുന്നതുവരെ ഇത് നിലവിലുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആരോഗ്യകരമായ മത്സരം ഉറപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഒരു വ്യക്തിയോ പാർട്ടിയോ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്ക് ആ 10 പോയിന്റ് നോക്കാം. വോട്ട് പിടിക്കാനായി ജാതിയോ മതമോ ഭാഷയോ ഉപയോഗിക്കാൻ പാടില്ല. മതവികാരം വ്രണപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ ചട്ടലംഘനമാണ്. പള്ളികൾ, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള വേദിയായി ഉപയോഗിക്കാൻ പാടില്ല. എതിർ സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ നയങ്ങളെ വിമർശിക്കാം, എന്നാൽ അവരുടെ സ്വകാര്യ ജീവിതത്തെയോ കുടുംബത്തെയോ അധിക്ഷേപിക്കുന്നത് കുറ്റകരമാണ്. ഭരണത്തിലിരിക്കുന്ന പാർട്ടി സർക്കാർ വാഹനങ്ങളോ വിമാനങ്ങളോ ഉദ്യോഗസ്ഥരെയോ പ്രചരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ പുതിയ റോഡുകൾ, പാലങ്ങൾ അല്ലെങ്കിൽ മറ്റു ജനപ്രിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കാൻ പാടില്ല. ഇത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടയാകും. സർക്കാരിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ബോർഡുകളോ പരസ്യങ്ങളോ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് സ്ഥാപിക്കാൻ പാടില്ല. നിലവിലുള്ളവ നീക്കം ചെയ്യണം. വോട്ടർമാരെ സ്വാധീനിക്കാൻ പണമോ സമ്മാനമോ മദ്യമോ നൽകുന്നത് ഗുരുതരമായ കുറ്റമാണ്. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുൻപ് പരസ്യമായ എല്ലാ പ്രചാരണങ്ങളും അവസാനിപ്പിക്കണം. ഈ സമയത്ത് പ്രചരണങ്ങളോ മൈക്ക് അനൗൺസ്മെന്റോ പാടില്ല. മീറ്റിംഗുകളോ ജാഥകളോ നടത്തുന്നതിന് മുൻപ് പോലീസിന്റെയും മറ്റ് പ്രാദേശിക അധികാരികളുടെയും കൃത്യമായ അനുവാദം വാങ്ങിയിരിക്കണം. ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ വീട്ടിലോ മതിലിലോ പോസ്റ്റർ ഒട്ടിക്കാനോ കൊടിതോരണങ്ങൾ സ്ഥാപിക്കാനോ പാടില്ല. ഇത്തരം പരാതികൾ ലഭിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിശോധിക്കുകയും ലംഘനം ബോധ്യപ്പെട്ടാൽ നോട്ടീസ് അയക്കുകയോ പ്രചാരണത്തിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ജനാധിപത്യം ശക്തിപ്പെടണമെങ്കിൽ ഈ നിയമങ്ങൾ പാലിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye.